അതായത് സന്തോഷ് മാധവൻ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സന്തോഷ് മാധവനെ അറിയാത്ത ഒരു ചുരുക്കമാണ് കേരളത്തിൽ. പക്ഷെ പുള്ളി ഈ അടുത്ത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിയുടെ കേസിൽ ഇവരുടെ ഫ്ലാറ്റിൽ സ്ഥിരമായിട്ട് പോലീസുകാർ വരികയും ഇവരെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഒരു ലേഡി ഇപ്പം പറഞ്ഞത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഇവരെ പറ്റിയിട്ട് ഭയങ്കര വെള്ളപൂശി സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ വെള്ളപൂശാനായിട്ട് നിൽക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. കാര്യം ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിലും പറ്റുന്നില്ല. ഇവർ ഒരു തെളിവും കാര്യങ്ങളും ഒന്നുമില്ലാതെ ആൾക്കാരെ പറ്റിയിട്ട് വന്നിരുന്ന് വേണ്ടിയില്ലാത്ത തോന്നിവാസങ്ങളാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും? എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാര്യം ഇത്രയൊക്കെ സാധനങ്ങൾ പുറത്ത് വന്ന സ്ഥിതിക്ക് പുള്ളിക്കാരത്തി ഇനി അടുത്ത പരിപാടിയായിട്ട് ഇനി എന്തെങ്കിലും ഇറങ്ങും. കാര്യം ഇനി കേസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇറങ്ങും. ഇനി എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞ ആ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന പറയാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോണത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയത്തെ പറ്റി സംസാരിക്കാം. ഇത്രയും ദിവസമായിട്ടും സിദ്ദിഖിനെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്ന് ഒരു പിടുത്തവുമില്ല. ഈ സിദ്ദിഖിൻ്റെ വണ്ടിയുടെ GPS ട്രാക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പൊന്നാനിയിൽ വെച്ചാണ് അത് അവസാനം ഓഫായെന്ന് പറയുന്നു. എന്നിട്ട് ആ വണ്ടി തന്നെ തിരിച്ച് സിദ്ദിഖിൻ്റെ വീട്ടിൽ കിടക്കുമെന്നും പറയുന്നത്. അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ലിറ്ററലി കാണിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് സിദ്ദിഖിൻ്റെ വാർത്തയൊന്ന് കണ്ടു നോക്കാം. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. പക്ഷേ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതായത് സുപ്രീം കോടതി വിധിയിൽ സിദ്ദീഖിനെതിരെയുള്ള നടപടി തന്നെയാണ് ഉണ്ടാകുക എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം. പക്ഷേ അതുവരെ കാലതാമസം വേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ സിദ്ദീഖ് ശ്രമിച്ചു എന്നുള്ളതാണ്. സിദ്ദീഖിൻ്റെതായ കാറിന്റെ GPS ലൊക്കേഷൻ കാണിച്ചത് പൊന്നാനി ഭാഗത്തേക്കായിരുന്നു, അതായത് കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്കായിരുന്നു. അതിനെ തുടർന്നാണ് അന്വേഷണ സംഘം മറ്റൊരു സംശയം പറഞ്ഞത്. ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ബൈ റോഡ് ബാംഗ്ലൂർ ചെന്ന് അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞത്. പക്ഷേ അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ പൊന്നാനി വെളിയങ്കോട് എന്ന് പറയുന്ന ഭാഗം വരെ ഈ സിദ്ദീഖിന്റെ കാർ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കാറിനെ കുറിച്ചുള്ള പിന്നീട് ഒരു വിവരവും കിട്ടിയില്ല. അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ സിദ്ദീഖിന്റെ ആലുവയിലെ വീട്ടിൽ ഈ കാർ തന്നെ കണ്ടെത്തി. കേട്ടല്ലോ. എന്തായാലും നൈസായിട്ട് പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് സിദ്ദിഖ് കൊച്ചിയിൽ കിടന്ന് കറങ്ങുവാണ്. ഇതുവരെ പിടിച്ചിട്ടില്ല. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേനെ. എന്തായാലും ഇനിയിപ്പം വേറെ ഒന്നുമില്ല, സിദ്ദിഖിനെ എന്തായാലും ജാമ്യം കിട്ടുമായിരിക്കും. ഇനി ഒരാഴ്ച എങ്ങാനും നീളിക്കഴിഞ്ഞാൽ ആ ജാമ്യം കിട്ടാനായിട്ട് ഈ ഒരു വിഷയത്തിൽ അവർ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. ഒന്ന് ആലോചിക്കും, സിദ്ദിഖിനെതിരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് ഇരിക്കുന്നത്. ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ടും സിദ്ദിഖിനെ പോലൊരു വ്യക്തിയെ എന്തുകൊണ്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തായാലും നമുക്ക് സുപ്രീം കോടതിയുടെ വിധി നോക്കാം, എന്തായിരിക്കും പറയുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.